നമസ്കാരം, ഞാൻ ശ്രുതി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സാമ്പാർ. നമുക്കിന്ന് സദ്യയിൽ താരമായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം ഇന്ന് ഞാൻ വറുത്തരച്ചൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മൺകലത്തിൽ തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ എങ്ങനെ ഒരു സാമ്പാർ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കണം. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള കുറച്ച് പച്ചക്കറികൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും സാമ്പാറിനായിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അതൊരു 6 കഷ്ണമായിട്ട് ഇതുപോലെ നുറുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ക്യാരറ്റ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 6-7 കൊത്തമല്ലി എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം കായ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 4 വെണ്ടക്കായാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ അവസാനം ചേർക്കുമ്പോൾ അരിഞ്ഞ് ചേർക്കുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പം അരിയാണ്ട് വെച്ചിരിക്കുന്നത്. ഈ പച്ചക്കറികളൊക്കെയാണ് ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറികളിലൊക്കെ മാറ്റം വരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചേന ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം അത് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ആണെങ്കിൽ അത് ചേർക്കാം. ഇത്രയും കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സാമ്പാറിലേക്കായിട്ട് നമുക്ക് വേണ്ടത് പരിപ്പും വാളംപുളിയാണ്. ഞാനിവിടെ പരിപ്പ് പെട്ടെന്ന് കലത്തിൽ വേവാനായിട്ട് 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. 1 മണിക്കൂറിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ച പരിപ്പാണിത്. ഞാൻ 1/2 ഗ്ലാസോളം തൂരപ്പരിപ്പാണ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ നമ്മൾ കലത്തിൽ വേവിക്കുന്നതുകൊണ്ടാണ് തൂരപ്പരിപ്പ് കുതിർക്കാനായിട്ട് ഇട്ടത്, പെട്ടെന്ന് വേവാനായിട്ട്. അതെല്ലാം നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് പരിപ്പ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് വാളംപുളിയാണ്. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പുളിവെള്ളമാണ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഈ പുളിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ്. നമ്മളിപ്പോൾ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അതിനായിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. 5 ചെറുള്ളി എടുത്തിട്ടുണ്ട്. 5 ചെറിയ വെളുത്തുള്ളിയും കൂടി വേണം. പിന്നെ ഈ വലുപ്പത്തിലുള്ള കായമാണ് വേണ്ടത്. അപ്പോൾ കായ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. കായപ്പൊടിയേക്കാളും നല്ലത് കായാണ്. ഞാനിവിടെ LG കായാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുഴുവനോടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 11 വറ്റൽമുളകാണ് പിന്നെ വേണ്ടത്. പിന്നെ വേണ്ടത് ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പുമാണ്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എല്ലാം ഓരോന്നിട്ടിട്ട് വറുത്തെടുക്കാം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കൂടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് ഈ സമയത്ത് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം. ഇത് ഞാൻ കിഴക്കി വെച്ചുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം നനവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പോയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ പെട്ടെന്ന് ആയിക്കോളും. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണേ. ഇത് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് തൊട്ട് എങ്ങോട്ടെങ്കിലും മാറി വരുമ്പോഴേക്കും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കളറൊക്കെ ഇതിൻ്റെ മാറിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേഗം തന്നെ മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ വറുത്തെടുക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എല്ലാത്തിൻ്റെ ഒന്ന് കളറൊന്ന് മാറിയാൽ മതി. ആ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി മുഴുവനോടെയുള്ള മല്ലി വറുക്കാം. ഇപ്പം മല്ലിയും ആയിട്ടുണ്ട്, അത് മാറ്റാം നമുക്ക്. ഇനി വറ്റൽമുളകും കളർ മാറുന്ന വരെ നമുക്കൊന്ന് വറുക്കാം. ഇനി നമുക്ക് കായം വറുത്തെടുക്കാം. അപ്പം അതിലേക്കായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കായം ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കായം ഒന്ന് മുരിച്ചെടുക്കാം. കായം പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ കായം മുരിഞ്ഞിട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കായം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം.
ഉലുവൊന്ന് വഴറ്റിയിട്ട് ഏകദേശം 1 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള നാളികേരം കൂടി നമുക്ക് ചേർക്കാം. ഇതൊക്കെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നാളികേരം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ അത് കുറച്ച് നാളികേരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇപ്പൊ നാളികേരം ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതും ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു കലം വെക്കാം. വറുത്തെടുത്ത എല്ലാ കൂട്ടും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ അതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം പരിപ്പ് വേവിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പും പിന്നെ കഷ്ണങ്ങളൊക്കെ വേവാനും വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം പെട്ടെന്ന് തിളയ്ക്കാനും പരിപ്പ് പെട്ടെന്ന് വേവാനായിട്ട് കലം മൂടി വെക്കാം. ഈ സമയം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുത്ത കാരണം ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചൊന്നുമില്ല. ഇത് ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തു. പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തത്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പരിപ്പ് തിളച്ച് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ മൂടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പരിപ്പ് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 വേവായാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിട്ട് കൊടുക്കാണ്. ഉള്ളി ഞാൻ മുഴുവനോടെയാണ് ഇടുന്നത്. ചേനയും കൂടി ഇട്ട് കൊടുക്കാം. കൊത്തമരിയും ഇടാം. പിന്നെ നമുക്ക് കുമ്പളങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. എല്ലാ കഷ്ണത്തേക്കും ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചക്കറികൾക്ക് പെട്ടെന്ന് വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ കുറച്ചു നേരമായി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇത് എത്രത്തോളം വെന്തുന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ആദ്യത്തെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടിയുടെ അത്ര എളുപ്പത്തിൽ പണി കഴിയൊന്നുമില്ല. അതിനേക്കാളും കുറച്ച് സമയം എടുക്കും. എങ്കിൽ പോലും ടേസ്റ്റിന് നല്ല ഡിഫറൻസ് തന്നെ ഉണ്ടായിരിക്കും. സാമ്പാർ പൊടിയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് വറുത്തരച്ച സാമ്പാറിന് ഉണ്ടാവുക. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർക്കാം. കായ കഷ്ണങ്ങളും കൂടി ചേർക്കാം. നേന്ത്രക്കായാണ് ഞാൻ എടുത്തിരുന്നത്. അതിനുശേഷം മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കാണ്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി എല്ലാ പച്ചക്കറികളും വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം വെന്തുന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനും എളുപ്പത്തിൽ സമയം കുറച്ചെടുത്തിട്ട് വറുത്തരച്ച സാമ്പാറിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്ന് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇനി ഇതിലോട്ട് ഞാൻ അവസാനമായിട്ട് ചേർക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളയ്ക്കണം. വെണ്ടക്കായൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ചേർക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ചേർത്താൽ മതി. ഇപ്പൊ എല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ പുളിയിൽ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നത് നന്നായി പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുളി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് പുളി ഒന്ന് നോക്കാം. പുളി കുറച്ചൊന്ന് മുന്നിൽ നിന്നാലാണ് അരപ്പൊക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല പുളി വേണമെന്ന് വെച്ചാൽ ഈ സമയത്ത് കുറച്ചും കൂടി പുളി പിഴിഞ്ഞൊഴിക്കാം. പുളി ഒഴിച്ചിട്ട് ഇപ്പൊ സാമ്പാർ നന്നായി കുടുകുട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. പുളി മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാണ്. ഇപ്പൊ അരപ്പ് ചേർക്കാനൊക്കെ സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും വറുത്തരച്ച സാമ്പാർ തന്നെയാണ് വെക്കാറുള്ളത്. അപ്പൊ എൻ്റെ അമ്മ വെക്കണ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ സാമ്പാർ കാണിച്ചു തന്നിട്ടുള്ളത്.
എനിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയുടെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതിട്ടുള്ള സാമ്പാർ എനിക്ക് അത്ര രുചിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും വറുത്തരച്ചിട്ട് തന്നെയാണ് സാമ്പാർ വെക്കാറുള്ളത്. ഇപ്പം സാമ്പാർ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ അരപ്പൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പം നമ്മൾ ഒഴിക്കാൻ പോകുന്ന വെള്ളം ആദ്യം ജാറിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അരപ്പും കൂടി നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 3 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇതിന് ലൂസായിട്ടാണ് സാമ്പാർ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സാമ്പാർ നന്നായി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ കുറച്ച് നേരം ഈ സാമ്പാർ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാർ ഇപ്പോൾ തിളച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി സാമ്പാറിലേക്ക് മുളകും കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു നാടൻ സാമ്പാറായതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ മാക്സിമം അതന്നെ എടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടാൻ തുടങ്ങിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ താളിക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതെല്ലാം ഇനി നമുക്ക് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സാമ്പാറിന്റെ എല്ലാ പണികളും കഴിഞ്ഞു. കുറച്ച് സമയം എടുത്തെങ്കിലും വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടുതൽ എടുത്താലും വറുത്തരച്ച സാമ്പാർ കഴിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സാമ്പാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ശ്രുതിസ് കുക്കറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോട് തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇതുപോലെയുള്ള നല്ല വിഭവങ്ങൾ കഴിച്ച് നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.